ചക്കക്കുരു വറുത്തത് മണ്ണിൽ പൊത്തി വയ്ക്കുക 2 മാസം. ആരും ചക്കക്കുരു എടുത്ത് തോര കളയരുത്. എങ്ങനെ ചെയ്ത് നോക്കുക. നല്ല പൊട്ടാത്തതും മുളയ്ക്കാത്തതായ ചക്കക്കുരു തിരഞ്ഞെടുക്കുക. അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുത്ത നല്ല ചക്കക്കുരുകളാണ്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മണ്ണെടുത്തിട്ട് ഈ ചക്കക്കുരുവൊക്കെ മണ്ണിലിടുക. നല്ല ചക്കക്കുരു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ നല്ല പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല പോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഈ മഴ നനയാത്തൊരു സ്ഥലം കണ്ടെത്തുക. തീരെ നനവ് തട്ടാൻ പാടില്ല, അപ്പോൾ മുള വരും. ഇപ്പോൾ ഞാൻ പുകയില്ലാത്ത അടുപ്പിൻ്റെ മൂലയിലാണ് വയ്ക്കണത്. അപ്പോൾ അവിടെ ഇത് പൊത്തി വയ്ക്കുക. പഴയ കാലത്തൊക്കെ ഓടിട്ട വീടിൻ്റെ ചാച്ചറക്കിൽ ഒരു അമ്മി ഉണ്ടാവും. അതിൻ്റെ മൂലയിൽ കുറച്ച് സ്ഥലം ഉണ്ടാവും താഴെ. അവിടെയാണ് ഞങ്ങൾ പൊത്തി വയ്ക്കുക. അപ്പോൾ എങ്ങനെയാണ് പൊത്തി വയ്ക്കുക. ഇനിയിപ്പോൾ വേറെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അതിൻ്റെ ഒരു സൈഡിൽ പൊത്തി വയ്ക്കാൻ പറ്റും. 2 മാസമെങ്കിലും ഇത് വെക്കണം. അപ്പോഴാണ് ഇതിന് മധുരം കിട്ടുക. ഇത് 2 മാസമായി ചക്കക്കുരു പൊത്തി വെച്ചിട്ട്. മെയ്യിൽ പൊത്തി വെച്ചതാണ്. അതിൻ്റെ ഇടയിൽ ജൂലൈ ഒടുവ് ഞാൻ കുറച്ചെടുത്തു. ഇപ്പോൾ ഇത് ആഗസ്റ്റ് ആദ്യം ഞാൻ ഇപ്പോൾ കുറച്ചെടുത്ത് വറുക്കുക. ഇത് കൂടുതൽ മാസം ഇരിക്കുമ്പോഴാണ് ഈ ചക്കക്കുരു വറുക്കുമ്പോൾ മധുരം കിട്ടുക. അപ്പോൾ അതുപോലത്തെ മണ്ണൊക്കെ കളഞ്ഞു. ഇനി നമുക്കിത് വറുക്കാടാം. ആദ്യം കുറച്ച് തീ കൂട്ടിയിടുക, പിന്നെ കുറച്ചിട്ടാൽ മതി. പിന്നെ തീ കൂട്ടി കഴിഞ്ഞാൽ ചക്കക്കുരുവിൻ്റെ ഉള്ളിൽ വേവില്ല, പുറം കരിയും. ചക്കക്കുരു എന്തോ നോക്കാം. ഇപ്പോൾ ഒരു 4-5 വട്ടമായി ഞാൻ ഇളക്കി പോണ്. അപ്പോൾ ചക്കക്കുരു എന്തുണ്ട്. അപ്പോൾ ചക്കക്കുരു ഇങ്ങനെ വറുക്കാം. പിന്നെ നല്ല ചക്കക്കുരു കഴുകി ഉണക്കി കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരു 4-5 മാസം വരെ ഇരിക്കും. അപ്പോൾ ഇടയ്ക്കെടുത്ത് നമുക്ക് കറി വയ്ക്കാം. നമ്മൾ മണ്ണിലൊന്നും പൊത്തിച്ചില്ല അച്ഛമ്മ. അങ്ങനെ മണ്ണിൽ പൊത്തി വയ്ക്കുമ്പോൾ നല്ല മധുരം കിട്ടും. എങ്ങനെയുണ്ട്. ആദ്യകാലത്തൊക്കെ കർക്കിടക മാസത്തിൽ ഞങ്ങളുടെ ചായക്കുള്ള 4 മണി പലഹാരമാണിത്. ഇതിൻ്റെ കൂടെ വെല്ലിട്ടൊരു കട്ടൻ കാപ്പി ഉണ്ടാവും. പച്ചച്ചക്കയാണെങ്കിൽ കുരുവും ചുളയും മടലും എല്ലാം എടുത്ത് കൂട്ടാൻ വയ്ക്കും. പഴുത്ത ചക്കയുടെ കുരു ഇതേപോലെ ഞങ്ങൾ മണ്ണ് പൊത്തി വയ്ക്കും. കർക്കിടക മാസം ആകുമ്പോൾ ഇങ്ങനെ വറുത്ത് തിന്നും. വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചറിയാം ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ എന്നുള്ളത്. ചക്കയുടെ കരിമുള്ളും അതിൻ്റെ ചക്കക്കുരുവിൻ്റെ പോളയും മാത്രം കളഞ്ഞാൽ മതി. ബാക്കി എല്ലതും എടുക്കാം.